സാറിന് ഉത്തരം തരണം, ഉത്തരം തരണം. നിങ്ങൾ ഈ ചുമരിന്മേൽ ഗുരു ബോലെ രണ്ടുപേരുടെയും പേര് എന്തിനാണ് എഴുതിയത്? എന്റെ മേജർ സാറേ, കേട്ടിട്ടുണ്ടോ ആരൊക്കെ ചുമരിന്മേൽ അവരുടെ സ്നേഹിതരുടെ പേര് എഴുതി വയ്ക്കുന്നുവോ അവരുടെ സൗഹൃദം നന്നായി നിലനിൽക്കും. എന്നാൽ നിങ്ങൾ ഈ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്റെ വീട്ടിന്റെ ചുമരിന്റെ പുറത്താണ്. എത്രയും പെട്ടെന്ന് ഈ പേരുകൾ മായ്ച്ചു കളഞ്ഞ് ചുമര് വൃത്തിയാക്കണം. ടെൻഷൻ അടിക്കല്ലേ മേജർ സാറേ. താങ്കൾ ഇവിടെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ 5 മിനിറ്റിനുള്ളിൽ വരാം. ഞങ്ങൾ ഒറിഗാനോ ആൽബർട്ടോയുടെ വീട്ടിൽ നിന്ന് പെയിന്റ് കൊണ്ടുവന്നിരിക്കുക അതിവേഗത്തിൽ. ഈ ചുമരന്റെ കാര്യം ഇപ്പൊ ശരിയാക്കി തരാൻ ചടചടേന്ന്. ആ പെയിന്റ് അടിക്ക്, പെയിന്റ് അടിക്ക്, പെയിന്റ് അടിക്കടാ. താന തന്തനന തനനന തനന താന തന്തനന തനനന തളാങ്ക തകതിമി തകതിമി തകതാ. ഗുരു പോലെ പെയിന്റിംഗ് ചെയ്യുന്നത് നിർത്ത്. പെയിന്റ് ബോക്സ് കാണിക്കേ. ഇതിൽ ഇൻവിസിബിൾ പെയിന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചേടാ, ഇതെന്ത് മറിമായം എന്ന് വെച്ചാൽ ഈ പെയിന്റിനെ എവിടെയെല്ലാം അടിക്കുന്നുവോ ആ സ്ഥലം മായമായി പോകുമെന്നാണോ? ഇങ്ങനെയോ? ഈ ചുമര് കാണാതെ പോയ പോലെയോ? ഇപ്പോൾ നമ്മൾ മേജറിന്റെ ബെഡ്റൂമിന്റെ കബോർഡ് പൊളിച്ച് അദ്ദേഹത്തിന്റെ ഷോക്സ് മോഷ്ടിക്കാൻ പോവുകയാണ്. ഓ ആശാനേ, അങ്ങേക്കുള്ള കഴിവിനെ പോലെ തന്നെ അങ്ങയുടെ സംസാരം കുറച്ചാൽ നന്നായിരിക്കും. കാരണം ഇപ്പോഴൊക്കെ ചുവരുകൾക്ക് പോലും ചെവികളുണ്ട്. എന്നാൽ ചുമരുകൾക്ക് ഈ 2 കണ്ണും ഇല്ലല്ലോ. നമ്മൾ മോഷ്ടിക്കാൻ പോകുന്നത് ആരും തന്നെ കാണാൻ പോകുന്നില്ല. മേജർ സാറിന്റെ ബെഡ്റൂമിൽ മോഷണമോ? അതാ കള്ളന്മാർ, അവരെ പിടിക്കൂ. ഔ ഔ ഔ ഔ ഔ ഈ ചുമരുകൾ എവിടെ പോയി? ഔ ഔ ഔ ഔ ഔ ഔ ഔ വിഷം വിഷം. ഇനിയാണ് ഡിഷും ഡിഷും. എടാ ചക്കുടു പോലെ, നീ തന്നെ കണ്ടതല്ലേ? ഈ ഇൻവിസിബിൾ പെയിന്റ് വളരെ ആപത്ത് പിടിച്ചതാ മോനെ. വാ, എത്രയും പെട്ടെന്ന് ഇതിന് ആൽബർട്ടോന്റെ കടയിൽ തിരിച്ചു കൊടുത്തേക്കാം. പഴത്തിന്റെ തോലോ വീണ്ടും വഴുതി വീഴേണ്ടി വരും. എടാ പോലെ, എന്ത് പണിയാടാ കാണിച്ചത് നീ പോലെ. പോലെ, എന്റെ പ്രിയപ്പെട്ട പോലെ. ഗുരു, അങ്ങ് എവിടെയാ? അദൃശ്യനായതിൽ പിന്നെ ഞാൻ ആയിപ്പോയടാ മിസ്റ്റർ കാൾ. എല്ലാവർക്കും എന്നെ കാണണമെങ്കിൽ ഞാൻ അണിയണം ഒരു പുതിയ ഷാൾ. ഗുരു, ഞാൻ ഉടനെ തന്നെ ഒരു ഷാള് കൊണ്ടുവരാം. പക്ഷേ എനിക്ക് നിങ്ങളെ എങ്ങനെ കാണാൻ കഴിയും? ആഹാ, ഈ ഇലകളെ എന്റെ പുറത്ത് ഇട്ട് വെച്ചേക്കാം. എടാ ചക്കര ചക്കുടു, നീ ഇത് കണ്ടിട്ട് എന്റെ അടുത്ത് വന്നാ മതി, മനസ്സിലായോ? ഓക്കെ ഗുരു, അങ്ങ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാൻ 5 മിനിറ്റില് നിങ്ങൾക്ക് ഒരു ഷാള് കൊണ്ടുവരാം. വേണ്ട, ഈ ആട്ടിൻകുട്ടി എന്റെ പുറകിലാണല്ലോ വരുന്നത്. അത് ഈ ഇലകളെ തിന്നു കഴിഞ്ഞാ ബോലേക്ക് എന്നെ കാണുവാൻ കഴിയില്ല. ഞാൻ ഓടിയേ തീരൂ. ഓടുന്ന ചെടിയോ? ഇതുപോലൊരു വ്യത്യസ്ത അമൂല്യമായ ചെടിയെ എന്റെ മുത്തശ്ശന്റെ ശേഖരങ്ങളിൽ പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നെ രക്ഷിക്കണേ, ഈ ആട്ടിൻകുട്ടിയെ മാറ്റി തരണേ. എടാ പോലെ, രക്ഷിക്കേ. അതാ കടിക്കുന്നു, അതാ തിന്നുന്നു, എന്നെ തിന്നുന്നേ. ഈ ഗുരു എവിടെയാ പോയത്? കാണുന്നില്ലല്ലോ. അതിങ്ങ് തരൂ പോലെ. ആ ചുമന്ന ഷാൾ ഞാൻ അണിഞ്ഞുകൊള്ളാം. ഗുരു, ചുമന്ന ഷോളും ഏത്തിടുന്നത് നല്ല ഐഡിയ തന്നെയായിരുന്നു. ഇൻവിസിബിൾ ആയിട്ടും എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. എടാ പോലെ, ഇപ്പൊ ഇവിടെ ശബ്ദം ഉണ്ടാക്കിയത് ആരാടാ പോലെ? ഇത് കൊള്ളാലോ. കണ്ടോ ഗുരു, ആ കാള എത്ര സന്തോഷത്തോടെ അങ്ങേ കാണാൻ വരുന്നെന്ന്.
അത് എന്നെ കാണാൻ വരുന്നതല്ല. ഈ ചുമന്ന ഷാൾ കണ്ട് ദേഷ്യം വന്ന് ഇടിച്ചു തെറിപ്പിക്കാൻ വരികയാണ്. ഇന്നത്തെ ദിവസം എല്ലാ മൃഗവും എനിക്ക് ശത്രുവായേ. സ്റ്റോണിലേക്ക് തെറിച്ചു വന്ന് ഹസ്ലി അറ്റാക്ക് ചെയ്തത് ആരാണ്? ഹസ്ലി പിന്നെ റോളി എന്നെ അടിക്കരുതേ. റെഡ് കളർ ഷാൾ ഇതെങ്ങനെയാ സംസാരിക്കുന്നത്? ഇപ്പൊ തന്നെ അവനെ അടിച്ചങ്ങ് സൈഡ് ഡിഷ് ആക്കി മാറ്റിയേക്കാം. ഇവര് രണ്ടുപേരും എന്നെ വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ ആക്കുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. നോക്ക്, ആ ഷാളുകാരൻ രക്ഷപ്പെട്ട് ഓടുന്നു. റോളി വേഗം അവനെ പിടിക്കേ. ഒന്നും ചെയ്യരുത്. ആ ഷോളിനുള്ളിൽ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ മേളിൽ ഇൻവിസിബിൾ പെയിന്റ് വീഴുന്നതാ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആർക്കും കാണാൻ പറ്റാത്തത്. ഇനി നമ്മൾ ആ ഷാളിനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. എന്ത് പറയുന്നു റോളി? ഓ എന്റെ ആശാനെ, ആ ഷാളിനകത്ത് അദർശനായ ഗുരു ഇരിപ്പുണ്ട്. ഇന്നെന്തായാലും തീർച്ചയായിട്ടും എൻജെ തന്നെയായിരിക്കും ജയിക്കുന്നത്. ബിഷും ബിഷും. ഇനിയുണ്ട് ആദർശനായ ഗുരുവിന് ഡിഷും ഡിഷും. ഗുരു, ഞാൻ വരുന്നുണ്ട്. ജീരകം അരച്ച പപ്പടം. എന്റെ പപ്പടം പോയേ. ബോലേ. ഗുരു നേരത്തെ തന്നെ അദർശനായിരുന്നു. എന്നാൽ ഇനി അവന്റെ ശബ്ദം പോലും പുറത്ത് കേൾക്കുകയില്ല. ഇനി ബോലേ, കണ്ണിൽ കാണാൻ പറ്റാത്ത, പുറത്ത് ശബ്ദം കേൾക്കാത്ത ഗുരുവിന്റെ അടുത്ത് എങ്ങനെ പോകും? ഇനി ആർക്കും ഗുരുവിനെ രക്ഷപ്പെടുത്തുവാൻ കഴിയില്ല. ബോലേ. ഗുരു, അങ്ങ് എവിടെയാ? ബോലേ. എടാ ഞാൻ ഇവിടെയാണ്. ഇത്രയും അധികം ഗുരുകളുടെ ഇടയ്ക്ക് എന്റെ ഗുരുയുടെ ഒച്ച ഏതാണ്? ഞാൻ ഇവിടെ ഉണ്ട് ഗുരു. ബോലേ. എന്നെ ആർക്കും കാണാൻ കഴിയുന്നില്ല. ഇനിയുള്ള ജീവിതം ഇവിടെ തന്നെ ആയി പോവുമോ? എന്ത് ചെയ്യണമെന്ന് ഒട്ടും അറിയത്തില്ല. എടാ പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോനെ. എന്തു ചെയ്യും, എന്തു ചെയ്യും, എന്തു ചെയ്യും? തക്കതിമി താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യമാടി. ओए भोले 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 कहाँ है तू? दिख तो जा कहाँ रे तू? ओ भोले कहाँ है तू? कहाँ है तू? ओ भोले यहाँ हूँ मैं, कहाँ है तू? अरे तेरी मेरी यारी सबसे न्यारी, ढूंढ तुझे मेरी नजर। ओए 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 भोले भोले। तुझे दोस्ती की कसम, क्यों देख न पाए तुझे हम? तुझे दोस्ती की कसम, क्यों देख न पाए तुझे हम? ओ जहां भी तू होगा सुन के ये गाना, नाचता होगा छम 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 छम, है ना भोले? ओए भोले ओ भोले कहाँ है तू? कहाँ है तू? भोले ओ भोले यहाँ हूँ मैं, कहाँ है तू? कहाँ है तू? कहाँ है तू? കൊള്ളാലോ ഗുരു, എനിക്ക് നിങ്ങളെ കാണാലോ.
പോലെ ആൽബർട്ടോടെ ഇൻവിസിബിൾ പെയിന്റ് കാരണം ഇന്നത്തെ ദിവസം ഒരുപാട് കഷ്ടപ്പെട്ടു. നീ അതിനെ വളരെ സിമ്പിളായി വെള്ളം കൊണ്ട് തുടച്ചു മാറ്റിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മനുഷ്യനായിരുന്നാലും കുരങ്ങനായിരുന്നാലും ഗുരുവിന്റെയും ബോലയുടെയും ജോഡിയാണ് ഒന്നാം നമ്പർ.